ഓം ശാന്തി 11/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ നാടകം പൂർത്തിയാവുകയാണ്. നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഈ ലോകത്തോടുള്ള മമത്വം ഇല്ലാതാക്കൂ. വീടിനെയും പുതിയ രാജ്യത്തെയും ഓർമ്മിക്കൂ. ചോദ്യം: ദാനത്തിന്റെ മഹത്വം എപ്പോഴാണ്? അതിന്റെ റിട്ടേൺ ഏത് കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്? ഉത്തരം: ദാനത്തിന്റെ മഹത്വം അപ്പോഴാണ് എപ്പോഴാണോ ദാനം നൽകപ്പെട്ട വസ്തുവിനോട് മമത്വം ഇല്ലാതാകുന്നത്. ദാനം നൽകി പിന്നെ ഓർമ്മ വരികയാണെങ്കിൽ അതിന്റെ ഫലം തിരിച്ചു പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ദാനം ചെയ്യുന്നത് തന്നെ അടുത്ത ജന്മത്തേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങളുടെ അടുത്ത് എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം മമത്വം വേർപെടുത്തൂ. ട്രസ്റ്റിയായി സംരക്ഷിക്കൂ. ഇവിടെ നിങ്ങൾ ഈശ്വരീയ സേവനത്തിൽ എല്ലാം സഫലമാക്കൂ. ഹോസ്പിറ്റൽ അഥവാ കോളേജ് തുറക്കൂ. അതിൽ അനേകരുടെ മംഗളം ഉണ്ടാകുന്നു. അതിന്റെ റിട്ടേൺ 21 ജന്മത്തേക്ക് ലഭിക്കുന്നു. ഓം ശാന്തി. കുട്ടികൾക്ക് തന്റെ വീടും രാജധാനിയും ഓർമ്മയുണ്ടോ? ഇവിടെ എപ്പോൾ ഇരിക്കുകയാണെങ്കിലും വീട്, ജോലി മുതലായവയുടെ ചിന്ത വരരുത്. തന്റെ വീട് മാത്രം ഓർമ്മ വരണം. ഇപ്പോൾ പഴയ ലോകത്ത് നിന്നും പുതിയ ലോകത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ പഴയ ലോകം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാം അഗ്നിയിൽ സ്വാഹ ചെയ്യപ്പെടും. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ടോ മിത്രസംബന്ധികളെല്ലാം നഷ്ടമാകുന്നതാണ്. ഈ ജ്ഞാനം ബാബ തന്നെയാണ് ആത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. കുട്ടികളെ, ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നാടകം പൂർത്തിയാവുകയാണ്. ഇത് 5000 വർഷത്തിന്റെ ചക്രമാണ്. ലോകം സദാ ഉണ്ട്. എന്നാൽ അതിന്റെ ചക്രം കറങ്ങി വരാൻ 5000 വർഷം എടുക്കുന്നു. ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും തിരിച്ചു പോകും. ഈ പഴയ ലോകം തന്നെ അവസാനിക്കും. ബാബ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു. ചിലർ ലുബ്ധരായി തന്റെ സമ്പത്ത് വെറുതെ നഷ്ടപ്പെടുത്തുന്നു. ഭക്തിമാർഗത്തിൽ ദാനപുണ്യങ്ങളെല്ലാം ചെയ്യാറുണ്ടല്ലോ. ചിലർ ധർമ്മശാല ഉണ്ടാക്കി, ചിലർ ഹോസ്പിറ്റൽ ഉണ്ടാക്കി. ഇതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഫലമിച്ഛിക്കാതെ അനാസക്തരായി എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ ഉണ്ടായിരിക്കുകയില്ല. ഞങ്ങൾ ഫലത്തിന്റെ ആഗ്രഹം വെക്കുന്നില്ല എന്ന് അനേകം പേർ പറയുന്നുണ്ട്. എന്നാൽ അല്ല, തീർച്ചയായും ഫലം ലഭിക്കുന്നു. മനസ്സിലാക്കൂ, ആരുടെയെങ്കിലും കയ്യിൽ പണമുണ്ട്, അതിനെ ദാനപുണ്യം നടത്തുകയാണെങ്കിൽ ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കും: നമുക്ക് അടുത്ത ജന്മത്തിൽ ലഭിക്കും. അഥവാ മമത്വമുണ്ടായി ഇതെന്റെ വസ്തുവാണ് അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ലഭിക്കുകയില്ല. ദാനം ചെയ്യുന്നത് തന്നെ അടുത്ത ജന്മത്തേക്ക് വേണ്ടിയാണ്. അടുത്ത ജന്മത്തിൽ ലഭിക്കുമ്പോൾ പിന്നീട് ഈ ജന്മത്തിൽ എന്തിന് മമത്വം വയ്ക്കണം? അതുകൊണ്ട് ട്രസ്റ്റി ആവുകയാണെങ്കിൽ തന്റെ മമത്വം ഇല്ലാതാകും. ചിലർ സമ്പന്നന്റെ വീട്ടിൽ പോയി ജന്മമെടുക്കുകയാണെങ്കിൽ പറയും അദ്ദേഹം നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്. ചിലർ രാജാ റാണിയുടെ അടുത്ത് ജന്മമെടുക്കുന്നു. കാരണം ദാനപുണ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അല്പകാലത്തേക്ക് ഒരു ജന്മത്തിന്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പഠിപ്പ് പഠിക്കുകയാണ്, അറിയുന്നുണ്ട്. ഈ പഠിപ്പിലൂടെ നമുക്ക് ഇതായി മാറണം. അതിനാൽ ദൈവിക ഗുണം ധാരണ ചെയ്യണം. ആരാണോ ഇവിടെ ദാനം ചെയ്യുന്നത് അവരിലൂടെ ഈ ആത്മീയ യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റൽ തുറക്കുകയാണ്. ദാനം നൽകിയാൽ പിന്നീട് അതിൽ നിന്ന് മമത്വം വേർപെടുത്തണം. കാരണം നമ്മൾ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി ബാബയിൽ നിന്നും എടുക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഈ ബാബ കെട്ടിടമെല്ലാം ഉണ്ടാക്കുന്നു. ഇത് താൽക്കാലികമാണ്. ഇല്ല എങ്കിൽ
ഇത്രയും എല്ലാ കുട്ടികളും എവിടെ വസിക്കും? എല്ലാം ശിവബാബയ്ക്കാണ് നൽകുന്നത്. ഉടമസ്ഥൻ ബാബയാണ്. ബാബ ബ്രഹ്മബാബയിലൂടെ ഇത് ചെയ്യിപ്പിക്കുകയാണ്. ശിവബാബ രാജ്യം ഭരിക്കുന്നില്ല, സ്വയം ദാതാവാണ്. ബാബയ്ക്ക് എന്തിനോടാണ് മമത്വമുണ്ടാവുക? ഇപ്പോൾ ബാബ ശ്രീമതം നൽകുകയാണ്. മരണം മുന്നിൽ നിൽക്കുകയാണ്. മുൻപ് നിങ്ങൾ ആർക്കെങ്കിലും നൽകിയിരുന്നതിൽ മരണത്തിന്റെ കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. അതിനാൽ ഈ പഴയ ലോകം അവസാനിക്കുക തന്നെ ചെയ്യും. ബാബ പറയുകയാണ്, ഞാൻ വരുന്നത് തന്നെ ഈ പതിത ലോകത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രുദ്രയജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകണം. എന്തെല്ലാം തന്റെ ഭാവിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടോ അതെല്ലാം പുതിയ ലോകത്തിൽ ലഭിക്കും. ഇല്ല എങ്കിൽ ഇവിടെ തന്നെ എല്ലാം അവസാനിക്കും. എന്തെങ്കിലുമെല്ലാം വിഴുങ്ങും. ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഉദാരതയ്ക്ക് വേണ്ടിയാണ് നൽകുന്നത്. വിനാശമുണ്ടാകുകയാണെങ്കിൽ എല്ലാം അവസാനിക്കും. ചിലർ ആർക്കും ഒന്നും കൊടുക്കില്ല. എല്ലാം അവശേഷിക്കുന്നു. ഇന്ന് നന്നായിരിക്കും, നാളെ പാപ്പരാകും. ആർക്കും ഒരു പൈസയും ലഭിക്കുന്നില്ല. ആർക്കെങ്കിലും നൽകി അവർ മരിച്ചുപോയാൽ പിന്നെ ആര് തിരിച്ചു നൽകാനാണ്? അതിനാൽ എന്തു ചെയ്യണം? ഭാരതത്തിന്റെ 21 ജന്മത്തിന്റെ മംഗളത്തിന് വേണ്ടി, തന്റെ 21 ജന്മത്തിന്റെ മംഗളത്തിന് വേണ്ടി ഉപയോഗിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂ. ശ്രീമതത്തിലൂടെ ഉയർന്ന പദവി നേടണമെന്നറിയാം. അതിലൂടെ 21 ജന്മം സുഖശാന്തി ലഭിക്കും. ഇതിനെയാണ് പറയുന്നത് അവിനാശിയായ ബാബയുടെ ആത്മീയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി. ഇതിലൂടെ ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവ ലഭിക്കുന്നു. ചിലർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തില്ല എങ്കിൽ സന്തോഷമായി ഇരിക്കുക സാധ്യമല്ല. രണ്ടുമുണ്ടെങ്കിൽ സന്തോഷവും ഉണ്ടാകുന്നു. ബാബ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് വേണ്ടി രണ്ടും നൽകുന്നു. അത് 21 ജന്മത്തേക്ക് ശേഖരിക്കണം. യുക്തി രചിക്കലാണ് കുട്ടികളുടെ ജോലി. ബാബയുടെ വരവിലൂടെ പാവപ്പെട്ട കുട്ടികളുടെ ഭാഗ്യം തുറക്കപ്പെടുന്നു. ബാബ ഏഴകളുടെ നാഥനാണ്. സമ്പന്നരുടെ ഭാഗ്യത്തിൽ ഈ കാര്യമില്ല. ഈ സമയം ഭാരതം വളരെ ദരിദ്രമാണ്. ആരാണോ സമ്പന്നരായിരുന്നത് അവർ തന്നെയാണ് ദരിദ്രമായത്. ഈ സമയം എല്ലാവരും പാപാത്മാക്കളാണ്. എവിടെയാണോ പുണ്യാത്മാക്കൾ ഉള്ളത് അവിടെ പാപാത്മാക്കൾ ഒരാൾ പോലും ഉണ്ടായിരിക്കില്ല. അത് സത്തോ പ്രധാന യുഗമാണ്. ഇത് തമോ പ്രധാന കലിയുഗവും. ഇപ്പോൾ നിങ്ങൾ സത്തോ പ്രധാനമാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ നിങ്ങൾ കുട്ടികൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഒരു കാലത്ത് നമ്മളും സ്വർഗവാസി ആയിരുന്നു. പിന്നീട് നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ബാക്കി 84 ലക്ഷം യോനികൾ എന്നത് തെറ്റാണ്. എന്താ ഇത്രയും ജന്മം മൃഗങ്ങളുടെ യോനിയിലായിരുന്നോ? അവസാനത്തേതാണോ ഈ മനുഷ്യജന്മം? എന്താ ഇപ്പോൾ തിരിച്ചു പോകേണ്ടേ? ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, മരണം മുന്നിൽ നിൽക്കുകയാണ്. 40, 50, 1000 വർഷം ഒന്നുമില്ല. മനുഷ്യരാണെങ്കിൽ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. അതുകൊണ്ടാണ് കല്ല് ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കല്ല് ബുദ്ധിയിൽ നിന്ന് പവിഴ ബുദ്ധിയായി മാറിയിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു സന്യാസിമാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബ ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി ഉണർത്തി തരികയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകണം. എത്ര സാധിക്കുമോ തന്റെ സമ്പത്തെല്ലാം ട്രാൻസ്ഫർ ചെയ്യൂ. ബാബ ഇതെല്ലാം എടുക്കൂ. ഞങ്ങൾ സത്യയുഗത്തിൽ 21 ജന്മത്തേക്ക് നേടാം. ഈ ബ്രഹ്മബാബയും ദാനപുണ്യം ചെയ്തിരുന്നു. വളരെയധികം താൽപര്യം ഉണ്ടായിരുന്നു. വ്യാപാരികൾ 2 പൈസയായിരുന്നു ദാനം കൊടുക്കുന്നത്. ബാബ
ഒരണ കൊടുത്തിരുന്നു. ആരു വന്നാലും വാതിൽക്കൽ നിന്ന് വെറുതെ പോകുമായിരുന്നില്ല. ഇപ്പോൾ ഭഗവാൻ സന്മുഖത്ത് വന്നിരിക്കുകയാണ്. ഇത് ആർക്കും അറിയില്ല. മനുഷ്യർ ദാനപുണ്യം ചെയ്ത് ചെയ്ത് മരിച്ചു പോകും. പിന്നീട് എവിടെ ലഭിക്കും? പവിത്രമാകുന്നില്ല. ബാബയോട് പ്രീതി വെക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, യാദവരുടെയും കൗരവരുടെയും വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. പാണ്ഡവരുടേത് വിനാശകാലെ പ്രീത ബുദ്ധിയാണ്. യൂറോപ്പിലുള്ളവരെല്ലാം യാദവരാണ്. അവർ മിസൈലെല്ലാം പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് അനേകം ശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്നു. ഇതിൽ പ്രേരണയുടെ കാര്യമൊന്നുമില്ല. പ്രേരണ അർത്ഥം ചിന്ത. ബാബ ഇങ്ങനെ പ്രേരണയിലൂടെയൊന്നും പഠിപ്പിക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇദ്ദേഹവും ഒരു വ്യാപാരിയായിരുന്നു. നല്ല പേരുണ്ടായിരുന്നു. എല്ലാവരും ആദരിച്ചിരുന്നു. ബാബ പ്രവേശിച്ചതോടുകൂടി ഇദ്ദേഹം ഗ്ലാനി അനുഭവിക്കാൻ തുടങ്ങി. ശിവബാബയെ അറിയുന്നില്ല. ബാബയെ ശകാരിക്കാനും സാധിക്കുകയില്ല. ശകാരം ഇദ്ദേഹമാണ് അനുഭവിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വെണ്ണ തിന്നുന്നില്ല. ഇതും പറയുന്നുണ്ട്, പ്രവൃത്തിയെല്ലാം ബാബയുടേതാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇന്ദ്രജാലക്കാരൻ ബാബയാണ്, ഞാനല്ല. വെറുതെ ഇദ്ദേഹത്തിന് ശകാരം നൽകുകയാണ്. എന്താ ഞാൻ ആരെയെങ്കിലും ഓടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു വരൂ. ഞാനാണെങ്കിൽ അവിടെയായിരുന്നു. നിങ്ങൾ അവിടേക്ക് സ്വയം ഓടി വന്നതാണ്. വെറുതെ ദോഷം നൽകിയിരിക്കുകയാണ്. എത്ര ഗ്ലാനി അനുഭവിച്ചു. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇത് വീണ്ടും ഉണ്ടാകും. ഇത് മുഴുവൻ ജ്ഞാനത്തിന്റെ കാര്യമാണ്. ഒരു മനുഷ്യനും ഇത് ചെയ്യാൻ സാധിക്കില്ല. അതും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ രാജ്യത്ത് ഇത്രയും കന്യാകുമാരും മാതാക്കളും വന്നിരിക്കുക. ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആരുടെയെങ്കിലും സംബന്ധി വന്നാൽ വന്നതുപോലെ ഓടിക്കുമായിരുന്നു. ബാബ പറയുമായിരുന്നു, നിങ്ങളെവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ കൊണ്ടുപോകൂ, ഞാൻ ഒരിക്കലും തടയുന്നില്ല. എന്നാൽ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ബാബയുടെ ശക്തി ഉണ്ടായിരുന്നില്ലേ? ഒന്നും പുതിയതല്ല. ഇതെല്ലാം വീണ്ടും സംഭവിക്കും. ഗ്ലാനിയും അനുഭവിക്കേണ്ടി വരും. ദ്രൗപദിയുടെയും കാര്യമുണ്ട്. ഇതെല്ലാം ദ്രൗപദിമാരും ദുശാസനന്മാരുമാണ്. ഒരാളുടെ മാത്രം കാര്യമല്ല. ശാസ്ത്രങ്ങളിൽ ഈ കിംവദന്തികളെല്ലാം ആരാണ് എഴുതിയത്? ബാബ പറയുന്നു, ഇതും ഡ്രാമയിലെ പാർട്ടാണ്. ആത്മാവിന്റെ ജ്ഞാനം ആരിലും തന്നെ ഇല്ല. തികച്ചും ദേഹാഭിമാനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദേഹി അഭിമാനി ആകുന്നതിൽ വളരെ പരിശ്രമമുണ്ട്. രാവണൻ തികച്ചും വിപരീതമാക്കി മാറ്റിയിരിക്കുന്നു. ബാബ ഇപ്പോൾ നേരെയാക്കിയിരിക്കുന്നു. ദേഹി അഭിമാനിയായി മാറുന്നതിലൂടെ സ്വതവേ സ്മൃതി ഉണ്ടായിരിക്കുന്നു, നമ്മൾ ആത്മാവാണ്. ഈ ദേഹം വേഷം അഭിനയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ തന്നെ ദൈവിക ഗുണം വന്നു ചേരും. നിങ്ങൾക്കാർക്കും ദുഃഖം നൽകുവാൻ സാധിക്കില്ല. ഭാരതത്തിൽ തന്നെയാണ് ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നത്. 5000 വർഷത്തിന്റെ കാര്യമാണ്. അഥവാ ആരെങ്കിലും 1,00,000 വർഷമെന്ന് പറയുകയാണെങ്കിൽ ഘോര അന്ധകാരത്തിലാണ്. ഡ്രാമയനുസരിച്ച് എപ്പോൾ സമയം പൂർത്തിയായോ അപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുകയാണ്, എന്റെ ശ്രീമത്തിലൂടെ നടക്കൂ. മരണം മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് ഉള്ളിൽ എന്ത് ആശയാണോ ഉള്ളത് അത് ശേഷിക്കും. തീർച്ചയായും മരിക്കുക തന്നെ ചെയ്യും. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. എത്ര തന്റെ മംഗളം ചെയ്യാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. ഇല്ല എങ്കിൽ
നിങ്ങൾ വെറും കൈയോടെ പോകും. മുഴുവൻ ലോകവും വെറും കൈയോടെ പോകുന്നു. കേവലം നിങ്ങൾ കുട്ടികൾ മാത്രമാണ് നിറഞ്ഞ കൈയോടെ, അർത്ഥം ധനവാനായി പോകുന്നത്. ഇതിൽ മനസ്സിലാക്കുന്നതിന് വളരെ വിശാല ബുദ്ധി വേണം. എത്ര ധർമ്മത്തിലുള്ള മനുഷ്യരാണ്. ഓരോരുത്തരുടെയും പാർട്ട് നടക്കുന്നു. ഒരാളുടെ പാർട്ട് മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല. എല്ലാവരുടെയും സ്വഭാവം അവരവരുടേതാണ്. എത്രയധികം സ്വഭാവങ്ങളാണ്. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അത്ഭുതകരമായ കാര്യമല്ലേ? ബാബ ഇപ്പോൾ പറയുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആത്മാക്കൾ 84ന്റെ ചക്രത്തിൽ വരുന്നു. നമ്മൾ ആത്മാക്കൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ്. ഇതിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധ്യമല്ല. മോക്ഷം നേടാൻ സാധിക്കില്ല. പിന്നീട് പരിശ്രമിക്കുന്നത് വെറുതെയാണ്. ബാബ പറയുന്നു, ഡ്രാമയിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുക, വേറെ ആരെങ്കിലും കൂട്ടിച്ചേർക്കുക, ഇത് സംഭവിക്കുകയില്ല. ഈ മുഴുവൻ ജ്ഞാനവും എല്ലാവരുടെയും ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല. മുഴുവൻ ദിവസവും ഇങ്ങനെ ജ്ഞാനത്തിൽ രസിച്ചിരിക്കണം. ഒരു നിമിഷം, അരനിമിഷം ഇതോർമ്മിക്കൂ. പിന്നീട് അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകൂ. 8 മണിക്കൂർ വേണമെങ്കിലും സ്ഥൂലമായ സേവനം ചെയ്തോളൂ. വിശ്രമിക്കുകയും ചെയ്തോളൂ. ഈ ആത്മീയ ഗവൺമെന്റിന്റെ സേവനത്തിലും സമയം നൽകൂ. നിങ്ങൾ നിങ്ങളുടെയും സേവനം ചെയ്യുന്നുണ്ട്. ഇതാണ് മുഖ്യമായ കാര്യം. ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ബാക്കി ജ്ഞാനത്തിലൂടെ ഉയർന്ന പദവി നേടണം. തന്റെ ഓർമ്മകളുടെ പൂർണ്ണ ചാർട്ട് വയ്ക്കൂ. ജ്ഞാനം സഹജമാണ്. എങ്ങനെയാണോ ഞാൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്, ഇതിന്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നുവെന്ന് ബാബയുടെ ബുദ്ധിയിൽ ഉള്ളത്. നമ്മളും ബാബയുടെ കുട്ടികളാണ്. ബാബ ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ സൃഷ്ടിചക്രം കറങ്ങുന്നത് എന്ന്. ആ സമ്പത്തിന് വേണ്ടി നിങ്ങൾ 8-10 മണിക്കൂർ നൽകുന്നുണ്ടല്ലോ. നല്ല കസ്റ്റമറെ ലഭിക്കുകയാണെങ്കിൽ രാത്രിയിലും ഒരിക്കലും കോട്ടുവ വരില്ല. കോട്ടുവ വന്നുവെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് അറിയാൻ കഴിയുന്നു. ബുദ്ധി പുറത്തെവിടെയോ അലയുകയാണ്. സെന്ററുകളിലും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഏത് കുട്ടികളാണോ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാത്തത്, തന്റെ പഠിപ്പിൽ തന്നെ മുഴുകിയിരിക്കുന്നത്, അവരുടെ ഉന്നതി സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തനം ചെയ്ത് തന്റെ പദവി ഭ്രഷ്ടമാക്കരുത്. മോശമായത് കേൾക്കരുത്, മോശമായത് കാണരുത്. ആരെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയൂ. എപ്പോഴും തന്നെ നോക്കണം, മറ്റുള്ളവരെയല്ല നോക്കേണ്ടത്. തന്റെ പഠിപ്പ് ഉപേക്ഷിക്കരുത്. അനേകം പേർ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട്. വരുന്നത് അവസാനിപ്പിക്കുന്നു, പിന്നീട് വരുന്നു. വരാതെ എവിടേക്ക് പോകും? സ്കൂൾ ഒന്നു മാത്രമാണ്. സ്വന്തം കാലിൽ കോടാലി വെക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പഠിപ്പിൽ മുഴുകിയിരിക്കൂ. വളരെ സന്തോഷത്തിലിരിക്കൂ. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, വേറെന്ത് വേണം? ഭഗവാൻ നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ആ ഒരാളിൽ മാത്രം ബുദ്ധിയോഗം വെക്കണം. നിങ്ങളെ നമ്പർ 1 വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ഈ മുഴുവൻ ലോകത്തിന്റെയും നമ്പർ 1 പ്രിയതമനാണ് ബാബ. ബാബ പറയുകയാണ്, നിങ്ങളുടെ ആത്മാവ് വളരെ പതീതമാണ്. പറക്കാൻ സാധിക്കില്ല. ചിറക് ഒടിഞ്ഞിരിക്കുകയാണ്. രാവണൻ എല്ലാ ആത്മാക്കളുടെയും ചിറക് മുറിച്ചിരിക്കുകയാണ്. ശിവബാബ പറയുകയാണ്, എനിക്കല്ലാതെ മറ്റാർക്കും നിങ്ങളെ പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. എല്ലാ അഭിനേതാക്കളും ഇവിടെയുണ്ട്. വൃദ്ധി നേടിക്കൊണ്ടേയിരിക്കുന്നു. തിരിച്ചാരും പോകുന്നില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വചിന്തനത്തിലും പഠിപ്പിലും മുഴുകിയിരിക്കണം. മറ്റുള്ളവരെ നോക്കരുത്. അഥവാ ആരെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയണം. ദേഷ്യപ്പെട്ട് പഠിപ്പ് ഉപേക്ഷിക്കരുത്. 2. ജീവിച്ചിരിക്കെ തന്നെ എല്ലാം ദാനം ചെയ്ത് മമത്വം ഇല്ലാതാക്കണം. പൂർണമായും വിൽ ചെയ്ത് ട്രസ്റ്റിയായി മാറി ഭാരരഹിതമായിരിക്കണം. ദേഹി അഭിമാനിയായി മാറി എല്ലാ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. വരദാനം: ഭിന്നത മാറ്റി ഏകത കൊണ്ടുവരുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കൂ. ബ്രാഹ്മണ പരിവാരത്തിന്റെ വിശേഷതയാണ് അനേകതയുണ്ടെങ്കിലും ഏകത. താങ്കളുടെ ഏകതയിലൂടെ തന്നെയാണ് മുഴുവൻ വിശ്വത്തിലും ഏകധർമ്മം, ഏകരാജ്യത്തിന്റെ സ്ഥാപന നടക്കുന്നത്. അതുകൊണ്ട് വിശേഷ ശ്രദ്ധ നൽകി വിഭിന്നത ഇല്ലാതാക്കൂ, ഏകത കൊണ്ടുവരൂ. അപ്പോൾ പറയാം, സത്യമായ സേവാധാരി. സേവാധാരി തന്നെ പ്രതിയല്ല, മറിച്ച് സേവനത്തെ പ്രതി ആയിരിക്കും. തന്റേതെല്ലാം സേവനത്തിൽ സ്വാഹ ചെയ്യുന്നു. ഏതുപോലെ സാകാര ബാബ സേവനത്തിൽ എല്ലുകൾ പോലും സ്വാഹ ചെയ്തു, അതുപോലെ താങ്കളുടെ ഓരോ കർമ്മേന്ദ്രിയത്തിലൂടെയും സേവനം നടന്നുകൊണ്ടിരിക്കണം. സ്ലോഗൻ: പരമാത്മാ സ്നേഹത്തിൽ ലയിച്ചിരിക്കൂ, അപ്പോൾ ദുഃഖത്തിന്റെ ലോകം മറക്കാം. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. സദാ സ്മൃതിയുണ്ടായിരിക്കണം, ഞാൻ കമ്പൈൻഡ് ആയിരുന്നു, ഒരുമിച്ചാണ്, ഒരുമിച്ച് തന്നെ ഇരിക്കും. അനേക പ്രാവശ്യമുള്ള കമ്പൈൻഡ് സ്വരൂപത്തെ വേറെ ആക്കുവാൻ ആർക്കും ശക്തിയില്ല. ഇത് ആത്മാ പരമാത്മാ കൂട്ടുകെട്ടാണ്. സ്നേഹത്തിന്റെ അടയാളമാണ് കമ്പൈൻഡായി ഇരിക്കുക. പരമാത്മാ കൂട്ടുകെട്ട് എവിടെയാണെങ്കിൽ തന്നെയും നിറവേറ്റും. ഓരോരുത്തരുമായും കമ്പൈൻഡ് രൂപത്തിലുള്ള സ്നേഹസംബന്ധവും നിറവേറ്റുന്നു. ഓം ശാന്തി.